ഈ മനുഷ്യൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന എല്ലാ മേഖലകളിലേക്കും ക്രിസ്തുവിൻ്റെ ഇടപെടലുണ്ടായി. ഒന്ന് പാപമായിരുന്നു. പാപം മോചിക്കപ്പെടാൻ വേണ്ടിയാണ് മനുഷ്യർ പുണ്യസ്ഥലങ്ങളിലേക്ക് പോകുന്നു, പുണ്യ നദികളിൽ പോയി സ്നാനം എടുക്കുന്നു. എന്തിനാ? കഴുകുന്നു. പാപം കഴുകാനാണ്. ഒരു നദിയുണ്ട് കേട്ടോ, ചങ്കിന്ന് ഒഴുകുന്ന ഒരു നദി. ആ നദിക്കകത്ത് ഒഴുകുന്ന രക്തത്തിൽ മുങ്ങിയാൽ ഹിമം പോലെ വെളുക്കുന്ന പുണ്യോഹ രക്തം. ആ നദിക്കകത്ത് കോടാകോടി ജനങ്ങൾ കഴിഞ്ഞ 2000 വർഷമായി കഴുകിക്കളഞ്ഞു അവിടെ ആത്മാവിൻ്റെ പാപക്കറകൾ. ഹല്ലേലൂയ. രണ്ടാമത് മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തുന്നത് ദുരാത്മാക്കളാണ്. ഒരു മനുഷ്യൻ വന്ന് പറയുന്നു, എൻ്റെ കുഞ്ഞിനെ തീയിലും വെള്ളത്തിലും തള്ളിയിടുന്നു, നൊരച്ച് പതപ്പിക്കുന്നു. ഒരപ്പനെ പറയുക, യേശു അവൻ്റെ ആ രോഗാത്മാവിനെ ശാസിച്ചു. എൻ്റെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത, മനുഷ്യൻ്റെ സമാധാനം കെടുത്തുന്ന സകല മേഖലയിൽ ഇടപെടും. അടുത്തൊരു സമാധാനം കളയുന്നതാണ് രോഗം. കർത്താവ് ചെയ്ത പല അത്ഭുതങ്ങളിൽ ഏറ്റവും പ്രധാനം രോഗശാന്തി കൊടുക്കുകയായിരുന്നു, സൗഖ്യം വരുത്തുകയായിരുന്നു. പ്രിയരെ, കരമടയ്ക്കാൻ കാശില്ലെന്ന് പറഞ്ഞവർക്ക്, വിശന്ന് പറഞ്ഞിരുന്ന ജനങ്ങൾക്ക് അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുകയായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ സന്നിധി വന്നാൽ നമ്മുടെ സമാധാനം കെടുത്തുന്ന സകല വിഷയങ്ങളും കർത്താവിൻ്റെ കരം സമാധാന പ്രഭുവായിട്ട് വെളിപ്പെടും.